ഹായ് ഹലോ, നമുക്കിന്നേ ജാപ്പനീസ് ഹൗസ് ക്ലീനിങ്ങിൻ്റെ പ്രാധാന്യം നോക്കിയാലോ. ജാപ്പനീസ് ഹൗസ് ക്ലീനിങ് ഒരു പ്രത്യേക വീട് വൃത്തിയാക്കുന്ന രീതിയാണ്. ഒരു ജോലി മാത്രമായിട്ടല്ല അവരതിനെ കാണുന്നത്, ദിവസേന പാലിക്കേണ്ട ഒരു ശീലമായി കാണുന്നു എന്നതാണ്. ഇത് അവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റ് വൺ എൻട്രൻസ് ക്ലീൻ ആണ്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ വീട്ടിന് പുറത്തിട്ട ശേഷം മാത്രം വീട്ടിനുള്ളിലേക്ക് കയറുക. പൊടിയും മണ്ണും അഴുക്കും വീട്ടിനുള്ളിലേക്ക് കയറുന്നതും കുറയും, ഫ്ലോർ ക്ലീനിങ്ങും എളുപ്പമാകും. സെക്കൻഡ് വൺ ഡെയിലി ഒരു 5 മിനിറ്റ് ക്ലീൻ ചെയ്യുക എന്നതാണ്. ഒരു ദിവസം മുഴുവൻ ക്ലീൻ ചെയ്യാതെ ഒരു 5-10 മിനിറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമുക്ക് ക്ലീനിങ് ഈസി ആകാനും സഹായിക്കും. മാത്രവുമല്ല, നമുക്ക് ഒരു ദിവസം ഫുൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോഡി പെയിനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. തേർഡ് വൺ വെന്റിലേഷനാണ്. ജനലുകൾ തുറന്നിട്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വെന്റിലേഷൻ ഉറപ്പാക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറയ്ക്കുകയും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതിനാൽ വീട് കൂടുതൽ സ്പേഷ്യസും നീറ്റുമായിട്ട് തോന്നും. പിന്നെ കുട്ടികളെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്വന്തം സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്ന സംസ്കാരവും ജപ്പാനിലുണ്ട്. ഫോർത്ത് വൺ ടോപ്പ് ടു ബോട്ടം ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ക്ലീൻ ചെയ്യുക. ഡസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം ഉയർന്ന ഭാഗങ്ങൾ, അവസാനം ഫ്ലോർ എന്നതാണ് നല്ല രീതി. ഫാൻ, ഷെൽഫ്, കബോർഡ് ടോപ്പ് തുടങ്ങിയവ ആദ്യം തുടയ്ക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്നുള്ള പൊടി താഴേക്ക് വീഴും. അതിനുശേഷം ടേബിൾ, ഫർണിച്ചർ, അവസാനം ഫ്ലോർ ക്ലീൻ ചെയ്താൽ വീണ്ടും ഫ്ലോർ ഡേർട്ടി ആകത്തില്ല. ഫിഫ്ത്ത് വൺ ഡ്രൈ ക്ലീനിങ്, വെറ്റ് ക്ലീനിങ് ആണ്. ആദ്യം പൊടി പിന്നെ വെള്ളം. വീട്ടിൽ പൊടി ഉണ്ടെങ്കിൽ ആദ്യം ഡ്രൈ ക്ലോത്തോ ഡസ്റ്ററോ അല്ലെങ്കിൽ വാക്യൂം ഉപയോഗിച്ചോ പൊടി നീക്കം ചെയ്യുക. അതിനുശേഷം ആവശ്യമായ സ്ഥലങ്ങളിൽ വെറ്റ് ക്ലീനിങ് ചെയ്യുക. പൊടി നീക്കാതെ നേരിട്ട് വെള്ളം ഉപയോഗിച്ചാൽ ചിലപ്പോൾ പൊടി ചേർന്ന് കൂടുതൽ മെസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. പൊടി നന്നായി നീക്കി തൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം തറ നന്നായിട്ട് തുടയ്ക്കുക. ദിവസവും കുറച്ച് സമയം മാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് കിച്ചൺ, നാളെ ബാത്റൂം, മറ്റൊരു ദിവസം ബെഡ്റൂം, അങ്ങനെ. നെക്സ്റ്റ് വൺ ഫ്ലോർ ക്ലീനിങ് ആണ്. വീട്ടിലെ ഫ്ലോറിൽ പൊടി, മുടി, ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ്, പേപ്പേഴ്സ് എന്നിവ ദിവസവും വരും. അതിനാൽ വലിയ ക്ലീനിങ്ങിന് കാത്തിരിക്കാതെ എന്നും പെട്ടെന്നൊരു ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വാക്യൂം ക്ലീനിങ് ചെയ്താലും മതിയാവും. പ്രത്യേകിച്ച് കിച്ചൺ, ഡൈനിങ് ഏരിയയൊക്കെ എന്നും ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അവരിതുപോലെ തന്നെ ബെഡ്റൂമിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ബെഡാണ് അവർ ആദ്യം ശ്രദ്ധിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് നീറ്റാക്കിയിടും. ബെഡ്ഷീറ്റ്, പില്ലോ, ബ്ലാങ്കറ്റ് എന്നിവ ശരിയായി വയ്ക്കുക. കഴിയുമെങ്കിൽ രാവിലെ കുറച്ച് സമയം വിൻഡോസ് തുറന്ന് റൂം വെന്റിലേറ്റ് ചെയ്യുക. ബെഡിൽ ഈർപ്പം കെട്ടിക്കിടക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ബെഡ്ഷീറ്റ് പതിവായി മാറ്റുന്ന ശീലവും ഉണ്ട്. ശരീരവുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. നെക്സ്റ്റ് വൺ കിച്ചൺ ക്ലീനിങ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡിഷസ് ഇമ്മീഡിയറ്റ്ലി. കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതെ ഉടനെ തന്നെ കഴുകി മാറ്റുക. ഓൺ പ്ലേസ് ഫോർ എവരിത്തിങ്. ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ക്ലീൻ ആസ് യു ഗോ. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ്. ഒരു ജോലി ചെയ്തിട്ട് മെസ്സ് അവിടെ വെച്ച് പോകാതെ ഉടൻ തന്നെ ക്ലീൻ ചെയ്യുക. ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് കിച്ചണിലേക്ക് കൊണ്ടുപോവുക. കുക്കിംഗ് കഴിഞ്ഞാൽ കൗണ്ടർ തുടയ്ക്കുക. ക്ലോത്ത്സ് മാറ്റിയാൽ ശരിയായ സ്ഥലത്ത് വയ്ക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉടനെ ചെയ്താൽ വീട് എപ്പോഴും നീറ്റായിട്ട് കാണും. ക്ലീനിങ് പ്രോഡക്ട്സ് അധികം ഉപയോഗിക്കാതിരിക്കുക. ഓരോ ചെറിയ ക്ലീനിങ്ങിനും പല കെമിക്കൽസിൻ്റെ ആവശ്യമില്ല, അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. സർഫസിന് അനുയോജ്യമായ പ്രോഡക്ട്സ് മാത്രം, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. അധികം പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ സർഫസിൽ ചിലപ്പോൾ ഫോംസ് ഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കെമിക്കൽസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. കിച്ചൺ ക്ലീനിങ്ങിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ആവശ്യമില്ലാത്ത കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ് തുടങ്ങിയവ കുത്തി നിറച്ച് കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊന്നും വയ്ക്കത്തില്ല. ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ വയ്ക്കും. കൗണ്ടർ ടോപ്പ് എപ്പോഴും ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. കിച്ചണിൽ എപ്പോഴും വെള്ളവും ഫുഡ് പാർട്ടിക്കിൾസും കെട്ടിക്കിടക്കാതെ ഓരോ കുക്കിംഗ് സെഷനു ശേഷവും വൈപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് സിങ്കിൻ്റെ ചുറ്റുമുള്ള ഭാഗം ശ്രദ്ധിക്കുക. എടുക്കുന്ന സാധനങ്ങൾ അതത് സ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കുന്നത് കിച്ചണിലായാലും പുറത്തായാലും വളരെയധികം പ്രയോജനകരമായിരിക്കും. ഫ്രിഡ്ജിലും ആവശ്യമില്ലാത്ത കണ്ടെയ്നേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് ഒഴിവാക്കുക. ഓരോ ഫുഡ് കാറ്റഗറിക്കും പ്രത്യേക സ്ഥലം നൽകുന്നത് റെഫ്രിജറേറ്റർ നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. കിച്ചൺ ഫ്ലോർ ദിവസവും ക്ലീൻ ചെയ്യുക. കുക്കിംഗ് സമയത്ത് വീഴുന്ന റൈസ്, വെജിറ്റബിൾസ്, ഓയിൽ ഡ്രോപ്സ് തുടങ്ങിയവ കിച്ചൺ ഫ്ലോറിലുണ്ടാവും. അതിനാൽ ദിവസവും തൂക്കാനായിട്ട് ശ്രമിക്കുക. കിച്ചൺ ടവൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വെറ്റ് ടവൽ കിച്ചണിൽ ഏറെ നേരം കിടക്കാതിരിക്കുക.
ഉപയോഗിക്കുന്ന ടവൽസ് പതിവായി മാറ്റി കഴുകാനായിട്ട് നോക്കുക. നന്നായി ഉണക്കി, വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്യാസ് സ്റ്റൗവും എന്നും ക്ലീൻ ചെയ്യാനായിട്ട്, കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ബാത്റൂം ക്ലീനിങ് ആണ്. ഇതും അവർ വളരെയധികം പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബാത്റൂം ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക എന്ന പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് മാത്രം പോരാ, വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുന്നതും പ്രധാനമാണ്. ഷവർ കഴിഞ്ഞ ശേഷം വെള്ളം കഴിയുന്നത്ര നീക്കം ചെയ്യുക. വെന്റിലേഷൻ ഉണ്ടാക്കുക, ഈർപ്പം കുറയ്ക്കുക. എന്നും ബാത്റൂമിൻ്റെ യൂസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രെയിൻ ക്ലീൻ ചെയ്യുക. വാൾസും ടെയിൽസും ഒക്കെ ക്ലീൻ ചെയ്യുക. മുടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഇതൊക്കെ അവർ ഡെയിലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നും ക്ലീൻ ചെയ്യുന്നതിനാൽ അവർക്കൊരു ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. ആദ്യം സാധനങ്ങൾ കുറയ്ക്കുക, പിന്നെ ക്ലീൻ ചെയ്യുക എന്നതാണ് ജാപ്പനീസ് ക്ലീനിങ്ങിൻ്റെ പ്രധാന ആശയം. അതുകൊണ്ട് ഇടയ്ക്കിടെ ഓരോ മുറിയിലും നോക്കി ഇതെനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് സാധനങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.